ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. മാത്സ് മേളയുടെ രണ്ടാമത്തെ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അതായത് പോളിനോമിയൽസ് അഥവാ ബഹുപദങ്ങൾ. എനിക്കറിയാം ഒട്ടുമിക്ക കുട്ടികൾക്ക് ഈ ചാപ്റ്റർ ടഫാണ്, പക്ഷെ ഉറപ്പിച്ചോളൂ മക്കളെ, ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ആയിട്ട് 2-3 വീഡിയോസുകളായിരിക്കും ഉണ്ടാവുക. അതിൽ നിങ്ങൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കും, അടിപൊളിയായിട്ട് നിങ്ങൾ മാർക്ക് നേടുകയും ചെയ്യും. അത് ഞാൻ തരുന്ന ഉറപ്പാണ്. സോ വീഡിയോ മുഴുവനായിട്ടും കാണുക കേട്ടോ മക്കളെ. ഏറ്റവും ആദ്യം ഈ ചാപ്റ്റർ നിങ്ങൾ പഠിക്കാനുള്ള ടോപ്പിക് ഇതാക്കണം. ഈ കാണുന്ന ടോപ്പിക്കാണ്, എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചോളൂ. x² - y². നമുക്കറിയാം ഈ കാണുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യമാണ് അല്ലേ. ഈ കാണുന്നത് ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ്, ഇതൊരു ഫസ്റ്റ് ഡിഗ്രി ഒന്നാം കൃതിയാണ്. പരീക്ഷ ചോദിക്കുന്നത് എങ്ങനെ ആയിരിക്കും? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്നിട്ട് അതിന് രണ്ട് ഫസ്റ്റ് ഡിഗ്രിയുടെ പ്രൊഡക്റ്റ് ഗുണനഫലമായിട്ട് എഴുതുക. ഓക്കെ, എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ x² - 5² ആണെങ്കിൽ ഇതിന്റെ ഉത്തരം എന്താ? എക്സിന്റെ സ്ഥാനത്ത് എക്സും വൈന്റെ സ്ഥാനത്ത് 5ഉം. അപ്പോൾ x+5 × x - 5 ഇത്രേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഈ എഴുതുന്നതാണ് നമ്മൾ അതിന്റെ ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഈ എന്നാണ് അതിന്റെ ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങൾ. ചിലപ്പോൾ ചോദിക്കും ഈ കാണുന്ന സമവാക്യത്തിന്റെ സൊല്യൂഷൻസ് അഥവാ പരിഹാരം എന്ത്? ഈ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഇതിപ്പോ ഒരു p(x) ആണെന്ന് വിചാരിച്ചോ. ഈ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ ഏത് നമ്പർ കൊടുക്കുമ്പോഴാണ് 0 കിട്ടുന്നത്, ആ നമ്പറിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയാം. ഇപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് ഞാൻ പേര് നമ്പർ കൊടുത്താലാണ് ഉത്തരം 0 കിട്ടുക. അതിനാണ് സൊല്യൂഷൻ എന്ന് പറയാം. അത് കണ്ടുപിടിക്കാൻ ഒരു കിടിലൻ ട്രിക്ക് ഉണ്ട്. ഇത്രേ ഉള്ളൂ. നമുക്ക് ഫാക്ടർ അഥവാ ഘടകങ്ങൾ കിട്ടി എങ്കിൽ അതിനെ നേരെ ഓപ്പോസിറ്റ് എടുക്കാം. +5ന്റെ ഓപ്പോസിറ്റ് എന്താ? -5. -5ന്റെ ഓപ്പോസിറ്റ് എന്താ? +5. ഇത് രണ്ടും ആയിരിക്കും സൊല്യൂഷൻസ്. സിമ്പിൾ, ഇത്രേ ഉള്ളൂ. ഈ ചാപ്റ്റർ തന്നെ പഠിച്ചു. എക്സിന്റെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുത്തു? 5 കൊടുത്താൽ എനിക്ക് എന്താ ഉത്തരം കിട്ടുക? 5² - 5² 0. കറക്റ്റ് ആണ്. -5 കൊടുത്താലോ? -5² എന്ന് പറഞ്ഞാൽ 25. 25 - 25 അതും 0 ആണ്. ഈ ലോകത്ത് വേറെ ഒരു നമ്പർ കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടൂല? 0 കിട്ടൂല. അതായത് ഒരു സെക്കൻഡ് ഡിഗ്രിക്ക് മാക്സിമം എത്ര സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ, എത്ര പരിഹാരം ഉണ്ടാവുള്ളൂ? 2 എണ്ണം. അപ്പോൾ ഇത്രേ സംഭവം ഉള്ളൂ. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്നാൽ അതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ചെയ്യൽ. x+5 × x - 5. ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് കേട്ടോ. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ x+3 × x - 3 ആണ്. ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. p(5) = 0, p(-5) = 0. ഇങ്ങനെ തന്നാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? 5 എന്ന് പറയുന്നതും -5 എന്ന് പറയുന്നതും അതിന്റെ സൊല്യൂഷൻ ആണ് അഥവാ പരിഹാരമാണ്. 5 എന്ന് പറയുന്നതും -5 എന്ന് പറയുന്നത് എന്താണ്? സൊല്യൂഷൻ ആണ്, പരിഹാരമാണ്. കാരണം =0 എന്നാൽ അത് സൊല്യൂഷനാണ്. ഈ ഒരു ഐഡിയ മാത്രം ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുവരെ ബന്ധപ്പെട്ട ഒന്നിനായിട്ട് ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ചിലപ്പോൾ നിങ്ങൾ പരീക്ഷ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും x² - 9. ഇതിനെങ്ങനെ ആൻസർ ചെയ്യാം? x² - y² ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ x² - 9 ആണെങ്കിലോ ഇതിന് ആൻസർ x² - 3² എഴുതാം അല്ലേ. അതായത് x+3 × x - 3 ഈസിയാണ്. ഓക്കെ, ഇതിന്റെ സൊല്യൂഷൻ എന്താ? സൊല്യൂഷൻ പരിഹാരം. +3ന്റെ ഓപ്പോസിറ്റ് -3, -ന്റെ ഓപ്പോസിറ്റ് +3. ഇതാണ് സൊല്യൂഷൻ. ഇതിനെ വേണമെങ്കിൽ എന്ത് ചെയ്താം? p(-3) = 0, p(3) = 0. ഓക്കെ ആണോ മക്കളെ? അല്ലേ വേണ്ട, ഞാൻ അതിലേക്ക് വരാം. ഇത് ഓക്കെ ആണല്ലോ. എങ്കിൽ x² - 2 ആണെങ്കിലോ? x² - 2 ആണെങ്കിൽ ഇതേപോലെ x² ഏതിന്റെ സ്ക്വയർ ആണ് 2? √2ന്റെ സ്ക്വയർ ആണ് 2 അല്ലേ. √9ന്റെ സ്ക്വയർ ആണ് 3. √9ന്റെ സ്ക്വയർ ആണ് 9. √9ന്റെ സ്ക്വയർ ആണ് ആര്? 9. അതേപോലെ √2ന്റെ സ്ക്വയർ ആണ് ആര്? 2. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ആൻസർ എന്ത് ചെയ്താൽ x+√2 × x - √2. ഓക്കെ, ഇതിന്റെ സൊല്യൂഷൻ ഏതാ? സൊല്യൂഷൻ പരിഹാരം -√2 +√2. ഓപ്പോസിറ്റ് എടുക്കണേ മസ്റ്റ് ആണ്. ഓക്കെ, അപ്പം ഇത്ര ഉള്ളൂ ഈ ഐഡിയ. ഇത് വെച്ച് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വന്ന 3 ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ്. ആരൊക്കെ ആൻസർ ഒറ്റയ്ക്ക് കണ്ടുപിടിക്കും നോക്കട്ടെ. ഈ കാണുന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങളൊന്ന് ഒറ്റ ചെയ്ത് നോക്കിയേ. എന്നിട്ട് എത്ര പേർക്ക് ഉത്തരം കിട്ടുന്നുണ്ടെന്ന് നോക്കാം. x² - 4 ആണെങ്കിൽ ഇതിന് ആൻസർ സിമ്പിൾ ആണ്. x² - 2², x+2. വീഡിയോ പോസ് ചെയ്യുക, ഉത്തരം എഴുതുക കേട്ടോ. x+2 × x - 2 സിമ്പിൾ. ഓക്കെ ആണോ? പഠിച്ചോ? അങ്ങനെയാണെങ്കിലോ ഈ കാണുന്ന ചോദ്യത്തിന് ഉത്തരം x² - 1 ആണെങ്കിൽ ഇതിന്റെ ഉത്തരം എഴുതാം. x² - 1ന്റെ സ്ക്വയർ 1 തന്നെ എഴുതാം അല്ലെ. 1നെ 1² എഴുതാം. അപ്പോൾ ഉത്തരം എന്താ? x+1 × x - 1. ഇതിന്റെ സൊല്യൂഷൻ എന്താ? സൊല്യൂഷൻ പരിഹാരം -2 + 2. -2 + 2 എന്ന് പറഞ്ഞാൽ p(-2) = 0, p(2) = 0. ഓക്കെ, ഈ ഒരു ടോപ്പിക്കാണ് ഇതിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഇതിന്റെ ആണെങ്കിലോ ഇതിന്റെ സൊല്യൂഷൻ എന്താ? -1ഉം 1ഉം. p(-1) = 0, p(1) = 0. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സെറ്റ് ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ടഫുള്ള ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ ചെയ്യാം? x² - 1/4. വളരെ സിമ്പിൾ ആണ്. നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ നമുക്കറിയാം 1ന്റെ സ്ക്വയർ അല്ലേ.
ഈ 1ന്റെ സ്ക്വയർ അല്ലെങ്കിൽ 4 എന്ന് പറഞ്ഞാൽ എന്താ √4ന്റെ സ്ക്വയർ ആക്കി എഴുതാം. √4 എന്ന് പറഞ്ഞാൽ 2, അങ്ങനെയാണ് 2 സ്ക്വയർ വരുന്നത്. ഓക്കെ, ഇവിടെ 4 ആണ്, 4ന്റെ റൂട്ട് എത്ര 2, അങ്ങനെയാണ് ഇവിടെ 2 സ്ക്വയർ എഴുതുന്നത്. അതേപോലെ √1/4 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും √1/4 ഹോൾ സ്ക്വയർ. നിങ്ങൾക്ക് സിമ്പിൾ ട്രിക്ക് ഉണ്ട്. എക്സ് സ്ക്വയർ മൈനസ് √1ന്റെ സ്ക്വയർ എത്ര, സോറി √1 എന്ന് പറഞ്ഞാൽ എത്ര, √1 എന്ന് പറഞ്ഞാൽ 1 ആണ്. √4 എന്ന് പറഞ്ഞാൽ എത്ര 2 ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതിന് എക്സ് സ്ക്വയർ മൈനസ് 1/4നെ എക്സ് സ്ക്വയർ മൈനസ് 1/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ എക്സ് പ്ലസ് 1/2 ഇൻറ്റു എക്സ് മൈനസ് 1/2. ഇതിൻ്റെ സൊല്യൂഷൻ പരിഹാരങ്ങളോ -1/2 + 1/2 ആൻസറായി. ഇതിനെ വേണേൽ P of -1/2 = 0, P of 1/2 = 0 എന്ന് എഴുതാം. സെറ്റാണല്ലോ. അപ്പോൾ ഈ കാണുന്ന ടോപ്പിക്കിൽ എല്ലാം പഠിച്ചു. ഇതേപോലെ നിങ്ങൾ എന്താക്കുക എക്സ് സ്ക്വയർ മൈനസ് 4/9 ആൻസർ ഒന്ന് ചെയ്ത് നോക്കാം. √4 എന്ന് പറഞ്ഞാൽ 2, √9 3. അപ്പം എക്സ് പ്ലസ് 2/3 ഇൻറ്റു എക്സ് മൈനസ് 2/3. ഓക്കെ, ഇത്രേ ഉള്ളൂ നിങ്ങളുടെ ഫസ്റ്റ് ടോപ്പിക്കിൽ പഠിക്കാൻ. ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഒരു ഒറ്റ കാര്യം കൂടി ഞാൻ പഠിപ്പിക്കാനുണ്ട്, അതുകൂടി ആയിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. വളരെ ഇമ്പോർട്ടൻറ്റ്, ഈ ചാപ്റ്റർ നിങ്ങൾ ഇത്രേ പഠിക്കേണ്ടേ ഉള്ളൂ. നോക്കിക്കോളൂ, എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 2 ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്, സോറി ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഇത് ഫാക്ടേഴ്സ് ആണ്, ഘടകങ്ങൾ. അങ്ങനെയാണെങ്കിൽ -3ഉം 2 എന്താണ് സൊല്യൂഷൻസ് ആണ്, പരിഹാരം. അങ്ങനെയാണെങ്കിൽ P of -3 = 0, P of 2 = 0. ഈ കാണുന്ന ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സ്റ്റാർ ഇട്ട് വെച്ചോളൂ, ഈ കാര്യം എഴുതി വെച്ചോളൂ. ഇതാണ് നിങ്ങൾ ഇതിൽ പഠിക്കാനുള്ളത്. ചിലപ്പോൾ ചോദ്യപേപ്പറിൽ ഉണ്ടാകുന്ന അറിയോ x+3 ഫാക്ടർ ആണ്, ഘടകമാണെന്ന് പറയും. x+3 ഫാക്ടർ ആണെങ്കിൽ -3 എന്താണ് സൊല്യൂഷൻ ആണ്. -3 സൊല്യൂഷൻ അഥവാ പരിഹാരമാണെങ്കിൽ P of -3 എന്താണ് 0 ആണ്. അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഈ 3 സ്റ്റെപ്പ് വേറെ ഒന്നും ചിന്തിക്കേണ്ട. ചോദ്യപേപ്പറിൽ എവിടെ നിങ്ങൾ x+3 ഫാക്ടർ കണ്ടാലും അതിൻ്റെ അർത്ഥം എന്താ -3 സൊല്യൂഷൻ, P of -3 0. ഇനി x - 2 ആണ് ഫാക്ടർ ആണെങ്കിലോ 2 സൊല്യൂഷൻ, P of 2 = 0. ഈ ഒരു ഐഡിയ മാത്രമേ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. മക്കളെ നിങ്ങൾ പറയണം, ഇഫ് x - 1 ഈസ് എ ഫാക്ടർ, x - 1 എന്ന് പറയുന്നത് ഒരു ഘടകമാണെങ്കിൽ P of 1 എന്തായിരിക്കും? x - 1 ഘടകമാണ്, ഫാക്ടർ ആണെങ്കിൽ 1 എന്ന് പറയുന്നത് സൊല്യൂഷൻ ആണ്, P of 1 എന്ന് പറയുന്നത് 0 ആണ്. പരീക്ഷ ചോദിച്ച ക്വസ്റ്റ്യനാ, ഇത്ര ഇതാ ഉത്തരാണ്, മാർക്കാണ്. x - 1 ഫാക്ടർ ആണെങ്കിൽ P of 1 എന്താ 0. x+1 ആണ് ഫാക്ടർ എങ്കിൽ P of -1 0. ഇനി x - 2 ആണ് ഫാക്ടർ എങ്കിൽ P of 2 = 0. ഇനി x+2 ആണ് ഫാക്ടർ എങ്കിൽ P of -2 = 0. ഘടകം ഓക്കെ ആണോ, സെറ്റ് ആണോ? എങ്കിൽ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ ചെയ്യാം നിങ്ങൾ പറ. ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ P of 1 ഒന്ന് കണ്ടുപിടിച്ച് നോക്കി, എന്താ കിട്ടുന്നത് നോക്കി. ഒന്നാമത്തെ ചോദ്യം P of 1 കാണാനാ. P of 1 എന്താ കിട്ടുക? P of 1 കാണുമ്പോൾ 2 × 1 സ്ക്വയർ മൈനസ് 3 × 1 പ്ലസ് 1. 2 × 1 സ്ക്വയർ എന്നാൽ 2, 3 × 1 എന്നാൽ 3 പ്ലസ് 1. അപ്പം കൂട്ടാനുള്ളതൊക്കെ കൂട്ടാം, +2 + 1 3, കുറയ്ക്കാനുള്ളതൊക്കെ കുറയ്ക്കാം, =0 കിട്ടി. അതായത് P of 1 = 0 കിട്ടിയാൽ നിങ്ങൾക്കറിയാം 1 എന്ന് പറയുന്നത് സൊല്യൂഷൻ ആണ് അഥവാ പരിഹാരമാണ്, അല്ലേ? അതാണ് നിങ്ങൾ മനസ്സിലേക്ക് വരേണ്ടത്. P of 1 ചെയ്തപ്പോൾ 0 കിട്ടി, അതിൻ്റെ അർത്ഥം എന്താ 1 സൊല്യൂഷനാ. 1 സൊല്യൂഷൻ ആണെങ്കിൽ ഏതാ ഫാക്ടർ, ഏതാ ഘടകം? യെസ്, x - 1 ഘടകം ഫാക്ടർ. അതാണ് ചോദിച്ച പരീക്ഷയ്ക്ക്. റൈറ്റ്, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ വിച്ച് ഈസ് എ ഫാക്ടർ ഓഫ് P of x. P of x ന്റെ ഘടകമായുള്ള ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. ഏതാണ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ? x - 1. ഫുൾ മാർക്ക്. 2 ചോദ്യത്തിന് ഉത്തരം ഒറ്റയടിക്ക് കിട്ടി. ഇത്രേ ഉള്ളൂ. ഐഡിയ ഉണ്ടെങ്കിൽ ഉത്തരം കിട്ടും, അല്ലെ ഉത്തരം കിട്ടില്ല. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ ചെയ്യാം? സെയിം മെത്തേഡാണ്. x - 1 എന്താ തന്നിട്ടുണ്ട്? ഫാക്ടർ ആണ് അഥവാ ഘടകമാണ്. മക്കളെ ഉറപ്പിച്ചോളൂ, x - 1 ഫാക്ടർ ആണെങ്കിൽ 1 സൊല്യൂഷൻ ആണ്, P of 1 0 ആണ്. ഇതാണ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്, വേറെ ഒന്നും കൊണ്ടുവരണ്ട. അപ്പോൾ ഈ കാണുന്ന ചോദ്യത്തിന് P of 1 കണ്ടുപിടിച്ച് നോക്കൂ. 5 × 1³ - 4 × 1² + 1 - k = 0. x ഉള്ളിടത്തൊക്കെ ഞാൻ 1 കൊടുത്തു, അതാണ് P of 1. അപ്പം 5 × 1³ പറഞ്ഞാൽ 5, 4 × 1² പറഞ്ഞാൽ 4 + 1 - k = 0. കൂട്ടാനുള്ളതൊക്കെ കൂട്ടുക, കുറയ്ക്കാനുള്ളതൊക്കെ കുറയ്ക്കുക. 5 1 കൂട്ടിയ 6, 6 4 കുറച്ചാൽ 2, 2 - k = 0. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് k ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഉള്ളത് -k ആണ്. അപ്പോൾ -k നെ അങ്ങോട്ട് കൊണ്ടാൽ എന്തായി +k. സോ k = അല്ലെങ്കിൽ 2 = k, അല്ലെങ്കിൽ k = 2, ഏതായാലും കണക്കാം. ഈ 2 അവിടെ വെക്കുക, -k കൊണ്ടുപോകുക. k = 2 അല്ലെങ്കിൽ 2 = k. ഒരിക്കലും -2 എഴുതരുതേ. ക്ലിയർ ആണോ? സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്, കുറേ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടാണ്, വേറൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ടോപ്പിക് നിങ്ങൾ മിസ്സാക്കരുത് കേട്ടോ. ഇതുപോലെ 2 സെഷൻ കൂടി ഞാൻ ചാപ്റ്റർ അത്രേ പഠിക്കാനുള്ള ചാപ്റ്ററിൽ
വളരെ ഈസി ആയുള്ള ഒരു ചാപ്റ്റർ ആട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും മിസ്സാക്കരുത്. ഈ ക്ലാസ്സിന്റെ ഫീഡ്ബാക്ക് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്താക്കുക, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ കാണുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ വിട്ടു തരികയാണ്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. P(1) എത്ര നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ ഇതിന്റെ ആൻസർ. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുന്ന അതേ ഉത്തരം വേറെ ആരെങ്കിലും കമന്റ് ചെയ്യുന്നോ നോക്കാലോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇതിനെപ്പറ്റി ഐഡിയ കിട്ടും. അപ്പൊ ഈ കാണുന്ന ചോദ്യത്തിന് ഉത്തരം എന്താ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. P(1) കണ്ടു നോക്കുക. ഇതൊരു ക്വസ്റ്റ്യനും ഇത് വേറെ ക്വസ്റ്റ്യനോ കണക്ഷൻ ഉള്ളതല്ല. ഓക്കെ, എന്നാലും ചെറിയൊരു കണക്ഷൻ ഉണ്ട്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ P(1) ഒരിക്കലും 0 കിട്ടുന്നില്ല. അതിന്റെ അർത്ഥം എന്താ, 1 സൊല്യൂഷൻ അല്ല, x-1 ഫാക്ടർ അല്ല, ഘടകമല്ല. ഈ ക്വസ്റ്റ്യൻ വേറെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് കിട്ടും, x-1 ഫാക്ടർ ആണ് അഥവാ ഘടകമാണ്. അങ്ങനെയാണെങ്കിൽ P(1) കൊടുത്താൽ എന്ത് കിട്ടും, 0 കിട്ടും. അത് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, k-ന്റെ വില കിട്ടും. സിമ്പിൾ അല്ലേ, സിമ്പിൾ അല്ലേ മക്കളെ? ഈ വീഡിയോ നിർബന്ധമായിട്ടും കാണുക. ഈ വീഡിയോയിലാണ് ഈ ചാപ്റ്ററിന്റെ മുഴുവൻ കോൺസെപ്റ്റ് ഉള്ളത്. കോൺസെപ്റ്റ് ഞാൻ ഒന്നുകൂടിയും പറയുന്നു മക്കളെ. x-1 ഫാക്ടർ ആണെങ്കിൽ 1 സൊല്യൂഷൻ, P(1) 0. ഇതാണ് ഇതിന്റെ ഐഡിയ. ഇനി 1 സൊല്യൂഷൻ ആണെങ്കിൽ x-1 ഫാക്ടർ, P(1) 0. ഇനി P(1) 0 ആണെങ്കിൽ 1 സൊല്യൂഷൻ, x-1 ഫാക്ടർ. ഇത്രേ ഉള്ളൂ ടോപ്പിക്. ഓക്കെ ആണോ? സോ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന പ്രതീക്ഷയോടുകൂടി പാർട്ട് 2 വേണമെങ്കിൽ അതും കൂടി നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തുക. ഈ ക്ലാസ്സിലെ ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.